തൃശൂർ എടതിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. തടത്താവിള ശിവ എന്ന ആനയാണ് ഇടഞ്ഞത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശൂർ എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത്. ഉത്സവത്തിനിടെയാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? ആനയെ തളച്ചോ? ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ ആന ഇടയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നതിനിടെയാണ് സംഭവം. എടത്തിരിഞ്ഞി, ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഇത്തരത്തിൽ ആറാട്ടിന് ഇടെയാണ് ആന ഇടയാനുള്ള ഒരു ഘട്ടം ഉണ്ടായത്. തടത്താവിള ശിവ എന്ന പേരുള്ള ആനയാണ് ഇടഞ്ഞത്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ കാണാം. ആറാട്ടിനുള്ള കോലം ഏന്തിയ ആൾ ആനപ്പുറത്ത് കയറുന്നു. അല്പസമയത്തിനകം തന്നെ ആന, ആ ദൃശ്യങ്ങളുടെ അവസാന ഭാഗത്ത് ആന തിരിയുന്നത് കാണാം. ഈ ഘട്ടത്തിൽ പാപ്പാൻ മുകളിലുണ്ടായിരുന്ന, ആനയുടെ മുകളിൽ കോലമേന്തി ഉണ്ടായിരുന്ന ആൾ തൊട്ടടുത്തുള്ള വീടിന്റെ ബാത്റൂമിന്റെ മുകളിലേക്ക് കയറിയാണ് രക്ഷപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന് മറ്റ് പരിക്കുകളൊന്നുമില്ല. ഈ ഇടഞ്ഞ ആനയെ അല്പസമയത്തിനകം, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഭാഗത്തുള്ള ഒരു പറമ്പിൽ വെച്ച് എലിഫന്റ് സ്ക്വാഡ് എത്തി വടവും മറ്റും ഉപയോഗിച്ച് കളയ്ക്കുകയായിരുന്നു. അതിനിടെ ആന മറ്റു തുടരാം. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതിനു ശേഷം വാർത്തയിലേക്ക് തിരിച്ചെത്താം. അനീഷുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി ഈ ഉത്സവത്തിന് എത്തിക്കുന്ന ആനകളടക്കം ഇടയുന്ന ഒരു സാഹചര്യം നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് വീണ്ടും തൃശൂർ എടത്തിരുത്തി പോത്താനി ശിവക്ഷേത്രത്തിൽ ആന ഇടയുന്നത്, അല്ലേ? തീർച്ചയായും വൃന്ദ, തൃശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് ജില്ലകളിലും എവിടെയെല്ലാം ഉത്സവങ്ങൾ നടക്കുന്നു, ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കിടയിലും ഇപ്പോൾ ആന ഇടയുന്ന ഒരു സാഹചര്യമാണ്. അത് കാലാവസ്ഥ ചൂട് കൂടിയത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധർ കണ്ടെത്തണം. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആണ് ആന ഇടഞ്ഞ ഒരാളെ ദാരുണമായി റോഡിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന ഒരു ദൃശ്യങ്ങളടക്കം വാർത്ത പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ എടത്തിരിഞ്ഞിയിൽ ആറാട്ട് നടക്കുന്നതിനിടെ എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആന ഇടയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. തടത്താവള ശിവ എന്ന ആന ഇടഞ്ഞത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആനപ്പുറത്ത് കോലം ഏന്തിയിരുന്ന ആളുടെ തൊട്ടടുത്തുള്ള വീടിന്റെ ബാത്റൂമിന് മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടത്. എന്തായാലും ആനയെ തളച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഉണ്ടായ സംഭവം 1 മണിക്കൂറിനകം തന്നെ ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി തളച്ചു എന്നത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. മറ്റ് പ്രശ്നങ്ങളോ ആളപായമോ ഒന്നും ആന സൃഷ്ടിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളുടെ അവസാന ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആന തിരിയുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ചാണ് ആന ഇടയുന്നത്. അതിന് അല്പസമയത്തിനകം തന്നെയാണ് ആനപ്പുറത്ത് കോലമേന്തി ഇരുന്ന ആൾ ബാത്റൂമിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടതും പിന്നീട് അവിടെ നിന്നും അധികം വൈകാതെ തന്നെ എത്തിയ എലിഫന്റ് സ്ക്വാഡ് വടവും മറ്റും ഉപയോഗിച്ച് ആനയെ സമീപത്തെ പറമ്പിൽ തളച്ചതും. എന്തായാലും ഭാഗ്യവശാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വൃന്ദ. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.